NRI, OCI, ഫോറിൻ സിറ്റിസൺ ഇവർക്ക് നാട്ടിലെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുന്നതിനും മറ്റ് ബിസിനസ് നടത്തുന്നതിനും പാൻ കാർഡ് ആവശ്യമുണ്ട്. ആധാർ കാർഡ്, NRO അക്കൗണ്ട്, PIS അക്കൗണ്ട്, ഇതുപോലെ തന്നെ പവർ ഓഫ് അറ്റോർണി. ഈ വിഷയത്തെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. ഒന്നാമതായിട്ട് പാൻ കാർഡ്. NRI പാൻ കാർഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫോറിൻ അഡ്രസ്സോ അല്ലെങ്കിൽ NRIയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ മതിയാകും. ഇതുവഴി NRI സ്റ്റാറ്റസിൽ നിങ്ങൾ പാൻ കാർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിറ്റോ മറ്റ് ഷെയർ ട്രേഡിങ്ങോ മറ്റ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ NRI പാൻ കാർഡ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഡിസ്ക്ലോസ് ചെയ്യുകയും ലോക്കൽ ടാക്സ് കൊടുക്കേണ്ടതായി വരുന്നു. ഇതുപോലെ തന്നെയാണ് ആധാർ കാർഡും. സാധാരണ NRIക്ക് 182 ഡേയ്സ് നാട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ബാങ്കിന്റെ അഡ്രസ് പ്രൂഫ് വെച്ച് തന്നെ NRI അക്കൗണ്ടിന്റെ അഡ്രസ് പ്രൂഫിൽ തന്നെ നിങ്ങൾക്ക് ആധാർ കാർഡ് എടുക്കാവുന്നതാണ്. പക്ഷേ OCI കാർഡ് ഹോൾഡർക്കോ ഫോറിൻ സിറ്റിസണോ ആധാർ കാർഡ് എടുക്കണമെങ്കിൽ 182 ഡേയ്സിൽ കൂടുതൽ നാട്ടിൽ താമസിച്ചിരിക്കണം. അതും വിത്തിൻ 12 മന്ത്സിൽ തന്നെ 182 ഡേയ്സിൽ കൂടുതൽ താമസിച്ചിരിക്കണം. അഡ്രസ് പ്രൂഫ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ആധാർ കാർഡ് കിട്ടുകയുള്ളൂ. NRIയോ OCO കാർഡ് ഹോൾഡറോ ഫോറിൻ സിറ്റിസണോ നാട്ടിൽ സ്ഥലം വയ്ക്കുമ്പോൾ സാധാരണ രീതിയിൽ നാട്ടിൽ വരണമെന്നില്ല. നിങ്ങൾക്ക് പവർ ഓഫ് അറ്റോർണിയിലൂടെ നിങ്ങൾക്ക് നാട്ടിൽ ഒരാളെ ഏൽപ്പിക്കുകയും അങ്ങനെ സ്ഥലം വിറ്റ് അതിന്റെ ലോക്കൽ ടാക്സ് കൊടുത്തിട്ട് ആ പണം റീപാട്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഫിസിക്കലി നാട്ടിൽ പോകുന്നില്ല എങ്കിൽ എംബസിയിൽ പവർ ഓഫ് അറ്റോർണി വിറ്റ്നസ് ചെയ്ത് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇതുവഴി നാട്ടിലെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പ്രത്യേകിച്ച് പ്രോപ്പർട്ടി വിൽക്കാനുള്ള അവസരമുണ്ടാകുന്നതാണ്. നാട്ടിൽ സ്ഥലം വയ്ക്കുന്നതിന് സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ആധാർ കാർഡ് ആവശ്യമില്ല. പാൻ കാർഡും NRO അക്കൗണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ സ്ഥലം വയ്ക്കാൻ സാധിക്കും. ഇത് പ്രകാരം നാട്ടിലെ ടാക്സ് അടച്ചതിന് ശേഷം ആ പണം നിങ്ങൾക്ക് റീപാട്രിയേറ്റ് ചെയ്യുവാനും സാധിക്കും. NRO അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റോടുകൂടി പ്രത്യേകിച്ച് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ 15 CA CB സർട്ടിഫിക്കറ്റിൽ ബാങ്ക് നിങ്ങളുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അനുവദിക്കുന്നതാണ്. ഇനി നാട്ടിലെ നിയമപ്രകാരം നിങ്ങൾ അഡ്വാൻസ് ടാക്സ് കൊടുക്കുകയും 23% ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലായിട്ട് നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ക്യാപിറ്റൽ ഗെയിൻ അതിലും കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇയർ എൻഡിൽ ടാക്സ് റീഫണ്ടിന് ക്ലെയിം ചെയ്ത് ടാക്സ് റീഫണ്ട് വാങ്ങിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ വിൽക്കുന്ന പ്രോപ്പർട്ടി നഷ്ടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വഴി ടാക്സ് ഡിഡക്റ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കാൻ സാധിക്കും. 23% ടാക്സിന് പകരം ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വഴി നിങ്ങൾക്ക് റെഡ്യൂസ്ഡ് റേറ്റിൽ ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൃത്യമായ പ്ലാനിങ്ങിലൂടെ നിങ്ങൾക്ക് ടാക്സ് റെഡ്യൂസ് ചെയ്യുവാനും ടാക്സ് റീഫണ്ട് വാങ്ങിക്കുവാനും സാധിക്കുന്നതാണ്. നാട്ടിൽ ടാക്സ് കൊടുത്ത എമൗണ്ട് NRO അക്കൗണ്ട് വഴി ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇങ്ങനെ NRO അക്കൗണ്ട് വഴി കൊടുത്തത് ടാക്സ് ക്ലിയറൻസിലൂടെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് റീപാട്രിയേറ്റ് ചെയ്യുവാനും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുവാനും സാധിക്കുന്നതാണ്. നാട്ടിൽ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ NRO അക്കൗണ്ടിലൂടെ കൊണ്ടുവരണം. NRO അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റീപാട്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഷെയർ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് PIS അക്കൗണ്ടിലൂടെ ഷെയർ ട്രേഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റീപാട്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ആരെങ്കിലും ലോക്കൽ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ NRI സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് നാട്ടിലെ SB അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത് NRO അക്കൗണ്ട് ആയിരിക്കണം. ഇങ്ങനെ ലോക്കൽ അക്കൗണ്ടിലൂടെ ട്രേഡ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും NRO അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യണം. ഷെയർ ട്രേഡിംഗ് PIS അക്കൗണ്ടിലൂടെ റൂട്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഫണ്ട് റീപാട്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സാധാരണ രീതിയിൽ പ്രോപ്പർട്ടി വിൽക്കുന്നതിന് നിങ്ങൾക്ക് ആധാർ കാർഡിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഐഡന്റിറ്റി ഡോക്യുമെന്റും പാൻ കാർഡും മതി. നിങ്ങൾ ഫിസിക്കലി പോകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പവർ ഓഫ് അറ്റോർണി വഴി എംബസി വഴി അറ്റസ്റ്റ് ചെയ്ത് നാട്ടിലെ ഭൂമി ഇടപാടുകൾ നടത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ OCA കാർഡ് ഹോൾഡർ ആണെങ്കിൽ നാട്ടിൽ ആധാർ കാർഡ് വേണമെങ്കിൽ 182 ഡേയ്സ് താമസിക്കുകയും
അഡ്രസ് പ്രൂഫ് ഉണ്ടാകുകയും ചെയ്യണം. ഇതിന്റെ ബേസിലാണ് OCA കാർഡ് കൊടുക്കുന്നത്. ഭൂമി ഇടപാട് നടത്തുന്നതിന് വേണ്ടി OCA കാർഡിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഈവൻ ഫോറിൻ സിറ്റിസൺ ആണ്, നിങ്ങൾക്ക് OCA കാർഡില്ല, ഫോറിൻ സിറ്റിസൺ ആണെങ്കിൽ പോലും NRO അക്കൗണ്ട് വഴി നിങ്ങൾക്ക് നാട്ടിലെ ഭൂമി വിൽക്കുകയും നാട്ടിലെ ടാക്സ് കൊടുത്തതിന് ശേഷം അത് റീപാട്രിയേറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്.